അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സൂറത്ത് യാസീൻ മക്കിയാണോ മദനിയാണോ? അല്പം കൺഫ്യൂസ് ആയല്ലേ? എന്താണ് മക്കിയായ സൂറത്ത്, മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് അവതീർണമായ സൂറത്താണ് സൂറത്ത് മക്കിയ. എന്നാൽ ഹിജ്റക്ക് ശേഷം ഇറക്കപ്പെട്ട സൂറത്തുകളെയാണ് മദനിയായ സൂറത്ത് എന്ന് വിളിക്കപ്പെടുന്നത്. ഇവിടെ മക്കിയായ സൂറത്തുകളെയും മദനിയായ സൂറത്തുകളെയും തിരിച്ചറിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് ചില സൂചനകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ്, നമുക്ക് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യാ അയ്യുഹന്നാസ് അതല്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നിങ്ങനെ രണ്ട് വിധേന അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവാദ്യം ചെയ്യുന്നുണ്ട്. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ ഓ ജനങ്ങളെ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ഓ സത്യവിശ്വാസികളെ എന്നുമാണ് അർത്ഥം. ഇതിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയാതെ യാ അയ്യുഹന്നാസ് എന്ന് മാത്രം പറഞ്ഞ സൂറത്തുകൾ ഉണ്ടെങ്കിൽ ആ സൂറത്തുകൾ കൂടുതലും മക്കിയാവാനാണ് സാധ്യത. എന്നാൽ യാ അയ്യുഹന്നാസ് പറയാതെ യാ അയ്യുഹല്ലദീന ആമനു ഓ സത്യവിശ്വാസികളെ എന്ന് അഭിവാദ്യം ചെയ്ത സൂറത്തുകൾ കൂടുതലും മദനിയാവാനാണ് സാധ്യത. ഇവിടെ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, മക്കയില് കൂടുതലും കുഫ്റായിരുന്നു, അതുകൊണ്ടാണ് അവിടെ യാ അയ്യുഹന്നാസ് എന്ന് അല്ലാഹു തആല അഭിവാദ്യം ചെയ്തത്. എന്നാൽ മദീനത്ത് കൂടുതലും ഈമാൻ ആയതുകൊണ്ടാണ് അവിടെ യാ അയ്യുഹല്ലദീന ആമനു ഓ സത്യവിശ്വാസികളെ എന്ന് അഭിവാദ്യം ചെയ്തത്. അതുപോലെ ഏതൊക്കെ സൂറത്തുകളിൽ അല്ലാഹു തആല കല്ല എന്ന് പരാമർശിച്ചിട്ടുണ്ടോ ആ സൂറത്തുകളൊക്കെ മക്കിയാവാനാണ് സാധ്യത. മറ്റൊന്നാണ്, എവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോജമായ ഹർഫുകൾ ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മോജമായ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ യാസീൻ, ത്വാഹ, അലിഫ് ലാം റാ, അലിഫ് ലാം മീം എന്നിങ്ങനെയുള്ള ഹർഫുകൾ. ഈ ഹർഫുകളുടെ അർത്ഥം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം ഹർഫുകൾ വന്ന സൂറത്തുകൾ സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇമ്രാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ സൂറത്തുകളും മക്കിയായിരിക്കാനാണ് സാധ്യത. അതേപോലെ സൂറത്തുൽ ബഖറയല്ലാത്ത ഏതൊക്കെ സൂറത്തുകളിൽ ആദം അലൈഹി ഇസ്ലാമിന്റെയും ഇബ്ലീസിന്റെയും ചരിത്രം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സൂറത്തുകളൊക്കെ മക്കിയാവാനാണ് സാധ്യത. സൂറത്തുൽ അൻകബൂത്ത് ഒഴികെയുള്ള ഏതൊക്കെ സൂറത്തുകളിൽ മുനാഫിക്കുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മദനിയായ സൂറത്തായിരിക്കും. ഇവിടെ ഹിശാം റളിയല്ലാഹു തആല അൻഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഏതൊക്കെ സൂറത്തുകളിൽ ഹദ്ദുകളെ പറ്റിയും ഫറായിലിനെ പറ്റിയും അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്തുകളൊക്കെയും മദനിയായ സൂറത്തായിരിക്കും. അതേപോലെ തന്നെ ഏതൊക്കെ സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല മുൻകാല സമുദായങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അവരുടെ ചരിത്രങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആ സൂറത്തുകളൊക്കെയും മക്കിയായ സൂറത്തായിരിക്കും. ഈ രീതിയിലൊക്കെയാണ് ബഹുമാനപ്പെട്ട ഇമാമുമാർ മക്കിയായ സൂറത്തിനെയും മദനിയായ സൂറത്തിനെയും തിരിച്ചറിയാനുള്ള വഴികൾ സൂചിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ പറഞ്ഞവയൊക്കെയും ബഹുമാനപ്പെട്ട ഇമാം സർകഷിയുടെ അൽ ബുർഹാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മെ ഏവരെയും ഖുർആനിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.